Hi students, നമ്മൾ ചാപ്റ്റർ 4 ഡിറ്റർമിനൻസിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തത് ഡിറ്റർമിനൻസിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഏതാനും പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്തു. ഇനി ആ ക്ലാസ് അതിൽ ഒരു രണ്ട് ടൈപ്പ് പ്രോബ്ലം കൂടി സോൾവ് ചെയ്യാനുണ്ട്, അത് ഡിസ്കസ് ചെയ്യാനുണ്ട്. കഴിഞ്ഞ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതുവരെ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് റിവ്യൂ നടത്തും. അത് കഴിഞ്ഞ് ഒരു അസൈൻമെൻറ്റും കഴിഞ്ഞിട്ട് ഈ സെഷൻ അവസാനിക്കും. ഈ ക്ലാസ് 10 ഞാനതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് നേരത്തെ വിട്ട ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് ഉള്ള പ്രോപ്പർട്ടീസ് ഓഫ് ദി ഡിറ്റർമിനൻ്റ് എന്നുള്ളൊരു ഭാഗമുണ്ട്. അതിൽ 3 ക്ലാസ്സും കൂടി ഉണ്ടാവും, 3 വീഡിയോസും കൂടി ഉണ്ടാവും. അതുകൂടി പൂർത്തിയാക്കണമെന്നുണ്ട്. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് പോകുന്നതായിരിക്കും. അപ്പം ഈ ക്ലാസ് ഞാൻ ആരംഭിക്കുകയാണ്. ഡിറ്റർമിനൻസ് ആണിത്, ക്ലാസ് 10 ആണ്. ഇതോടുകൂടി 10ാമത്തെ വീഡിയോ ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ഇതിൽ ഞാൻ പ്രോബ്ലംസ് ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ പ്രോബ്ലം അതാണ്. ഇഫ് എ ഈസ് ഈക്വൽ ടു മാട്രിക്സ് 2 3 x1 ആൻഡ് എ ഈസ് എ സിംഗുലർ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. അപ്പം ഇങ്ങനെയുള്ള പ്രോബ്ലം ടെസ്റ്റ് പേപ്പറിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്ത് നോക്കിയാൽ കാണാം നിങ്ങൾക്ക്. ഇവിടെ സിംഗുലർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മെട്രിക്സ് സിംഗുലർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 എന്നുള്ള റിസൾട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് എക്സിൻ്റെ വില കണ്ടെത്തുകയാണ്. നമ്മൾ ആകെ ഇവിടെ അറിഞ്ഞിരിക്കുന്നത് സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് ഓർത്തിരുന്നാൽ മതി, ഈ വേർഡിൻ്റെ അർത്ഥം. എങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. സിംഗുലറും നോൺ സിംഗുലറും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിംഗുലറിൽ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു 0 ആയിരിക്കും. എ നോൺ സിംഗുലർ ആണെന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈസ് ഈക്വൽ ടു 0 എന്നായിരിക്കും. അപ്പം നമുക്കിതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഇതിനകത്ത് എക്സിൻ്റെ വില എങ്ങനെ കണ്ടെത്താം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവൺ എ ഈസ് എ സിംഗുലർ, അതുകൊണ്ട് ഡിറ്റർമിനൻ്റ് എയുടെ വില 0 എന്നായിരിക്കും. ഡിറ്റർമിനൻ്റ് എയുടെ വില 0 എന്ന് പറഞ്ഞാൽ ഈ ഡിറ്റർമിനൻ്റ് 0 ആണ്. ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് 0 2 3 x1ൻ്റെ വാല്യൂ 0 ആണ്. ആ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? 2 × 1 - 3 × x എന്നാണ്. 2 × 1 - 3 × x. 2 × 1 - 3 × x എന്ന് പറഞ്ഞാൽ 2 × 1 2 - 3x ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. 2 - 3x ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നാൽ 2 - 3x ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നാൽ എക്സിൻ്റെ വാല്യൂ എന്തായാൽ 2/3 എന്നായി. എങ്ങനെ കിട്ടുക? 3x ഇങ്ങോട്ട് കൊണ്ടുപോകും, 3x മറുവശം കൊണ്ടുപോകുമ്പം എക്സിൻ്റെ വില 2/3 എന്ന് മാറ്റി ചെയ്താൽ മതി. 3x ഇങ്ങോട്ട് എടുക്കും, ഈ എക്സിൻ്റെ കോഫിഷ്യൻ്റായ 3 മറുവശത്തേക്ക് എടുക്കും, അപ്പോൾ 2/3 എന്നാണ്. ഇതാണ് എക്സിൻ്റെ വാല്യൂ. ഇതാണ് നമ്മൾ കാണാൻ പറഞ്ഞിരിക്കുന്നത്. ആകെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന റിസൾട്ട് ഇത് മാത്രമാണ്, ഡിറ്റർമിനൻ്റ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത്. സിംഗുലർ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. ഇനി രണ്ടാമത്തെ പ്രോബ്ലം ഇതാണ്. ഇഫ് എ ഈസ് ഈക്വൽ ടു മാട്രിക്സ് 3 5 2 5 3 7 2 5 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 6 8 7 9 വെരിഫൈ ദാറ്റ്. ഓരോ വെരിഫിക്കേഷൻസ് ആണ്. നമ്മൾ നേരത്തെ ചെയ്തിട്ടില്ല ഈ രീതിയിലുള്ള പ്രോബ്ലം, പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാനും റിസൾട്ടുകളാണ്. എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ. നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ എന്നത്. വേറൊന്ന് എ ട്രാൻസ്പോസ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ട്രാൻസ്പോസ്. ഇതാണ് ആ റിസൾട്ട്. എ ട്രാൻസ്പോസ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ട്രാൻസ്പോസ്. ആ ട്രാൻസ്പോസും ഇൻവേഴ്സും ഇവിടെ ഇൻ്റർചേഞ്ച് ചെയ്തതാണ്. ഇവിടെ ഇൻവേഴ്സ് പുറത്താണെങ്കിൽ ഇവിടെ ഇൻവേഴ്സ് അകത്ത്, ഇവിടെ ട്രാൻസ്പോസ് അകത്താണെങ്കിൽ ഇവിടെ ട്രാൻസ്പോസ് പുറത്ത്. ആ രീതിയിൽ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. 2. മൂന്നാമത്തത് അഡ്ജോയിൻ്റ് എ ബി ഈക്വൽ ടു അഡ്ജോയിൻ്റ് ബി ഇൻറ്റു അഡ്ജോയിൻ്റ് എന്നാണ്. ഡിറ്റർമിനൻ്റ് എ ബി എന്തായിരുന്നു? ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ബി ആയിരുന്നു. പക്ഷേ ഇവിടെ റിവേഴ്സൽ ഓർഡറിലാണ് വരുന്നത്. അഡ്ജോയിൻ്റ് എ ബി ഈക്വൽ ടു അഡ്ജോയിൻ്റ് ബി ഇൻറ്റു അഡ്ജോയിൻ്റ്. അതുപോലെ എ ബി ഓൾ ട്രാൻസ്പോസ് എന്തായിരുന്നു? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. എ ബി ഓൾ ഇൻവേഴ്സ് എന്തായിരുന്നു? ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. അതുപോലെ തന്നെ അഡ്ജോയിൻ്റ് കേസ്. ഇനി അഡ്ജോയിൻ്റ് ഓഫ് എ ട്രാൻസ്പോസ്. ഇവിടെ ട്രാൻസ്പോസിൻ്റെ അഡ്ജോയിൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്ജോയിൻ്റ് എ കണ്ടിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുത്താലും ഒരുപോലെയാണ് എന്നാണ് ഈ റിസൾട്ട് പറയുന്നത്. അതായത് എയുടെ ട്രാൻസ്പോസ് എടുത്തിട്ട് എയുടെ അഡ്ജോയിൻ്റ് എടുത്തിട്ട് അതിനെ ട്രാൻസ്പോസ് എടുത്താലും എ ട്രാൻസ്പോസിൻ്റെ അഡ്ജോയിൻറ്റും സെയിം തന്നെയാണ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഇതിൽ വെരിഫൈ ചെയ്യാനുള്ളത്. 5ാമത്തത് അഡ്ജോയിൻ്റ് ഓഫ് അഡ്ജോയിൻ്റ്. അഡ്ജോയിൻറ്റിൻ്റെ അഡ്ജോയിൻ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ റീസ് ടു n - 2 ഇൻറ്റു എ. ഈ n എന്നുള്ളത് എയുടെ ഓർഡർ ആയിരിക്കും. ഈ എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n. ഇങ്ങനെ 5 റിസൾട്ടുകളാണ് ഇതുവരെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.
ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഏതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന റിസൾട്ട് ലാസ്റ്റ് ഭാഗത്ത് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ 5 റിസൾട്ടാണ് ഈ മെട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വെരിഫൈ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഓരോന്ന് നമുക്ക് ചെയ്യാം. ഒന്നാമത്തത് എ എന്നുള്ള മെട്രിക്സ് തന്നിരിക്കുന്നത് 3725 എന്നാണ്. അപ്പം ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജോയിൻ്റ് എ കാണുക. കാരണം എന്താ, എ ഇൻവേഴ്സാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അഡ്ജോയിൻ്റ് എ കാണുക എങ്ങനെയാണ്, നമ്മളിപ്പോൾ കുറേ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞു. 5നെയും 3നെയും ഇൻ്റർചേഞ്ച് ചെയ്യുക. 5 ഇങ്ങോട്ട് എഴുതുക, 3 ഇവിടെ എഴുതുക. 7ൻ്റെ ചിഹ്നം മാറ്റുക, 2യുടെ ചിഹ്നം മാറ്റുക. തുടർന്ന് നമ്മൾ എഴുതേണ്ടത് ഡിറ്റർമിനൻ്റ് എ കാണണം. ഡിറ്റർമിനൻ്റ് എ കാണുക എങ്ങനെയാണ്, 3 × 5 - 7 × 2 14 1 എന്ന് വരും. ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ എന്ന് വരും. അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡിറ്റർമിനൻ്റ് എയുടെ വില 1 ആയതുകൊണ്ട് ഈ അഡ്ജോയിൻ്റ് എ തന്നെ നമുക്ക് കിട്ടുക. ഇതെന്നാ കിട്ടുക 5 - 7 - 2 3. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എ ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് എടുക്കുക. ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻവേഴ്സ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻവേഴ്സ് ആയിരിക്കണം. അപ്പോൾ എ ഇൻവേഴ്സ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അഡ്ജോയിൻ്റ് എഴുതണം ആദ്യം. ഇതിൻ്റെ അഡ്ജോയിൻ്റ് എഴുതുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇൻ്റർചേഞ്ച് ചെയ്യുക. 3ന് ഇങ്ങോട്ട് എഴുതുക, 5ന് ഇങ്ങോട്ട് എഴുതുക, ഇതിൻ്റെ ചിഹ്നം മാറ്റുക. അപ്പോൾ എന്തായി മാറും നോക്ക്, 5 3 2 5 എന്ന് വരും. 3 7 2 5 എന്നാവും. 3 ഇങ്ങോട്ട് വരും, 5 ഇങ്ങോട്ട് വരും. അപ്പോൾ 3 7 2 5 എന്നാവും. ഡിനോമിനേറ്ററിൽ ഇൻവേഴ്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിൻ്റെ ഡിറ്റർമിനൻ്റ് 5 3 15 - 14 എന്ന് വരും. 1 തന്നെയാണ്. അപ്പോൾ എന്തെന്നാ വരുന്നത്, 3 7 2 5. അത് ഇത് തന്നെയാണ്, 3 7 2 5 ഈസ് ഈക്വൽ ടു എ. അപ്പം നമ്മൾ എന്ത് റിസൾട്ട് പ്രൂവ് ചെയ്ത്, എ ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എ എന്നുള്ള റിസൾട്ട് പ്രൂവ് ചെയ്ത്. അപ്പോൾ ഒന്നാമത്തെ റിസൾട്ടാണ്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്, ശരിക്കും ഓർത്ത് വെച്ചോളണം. ഇനി രണ്ടാമത്തെ പ്രോബ്ലം, എ എന്നുള്ളത് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ കാണുന്നത് എ ട്രാൻസ്പോസ് ആണ്, അതിൻ്റെ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടി വരിക. എ ട്രാൻസ്പോസ് കാണുക എങ്ങനെയാണ്, ഇതിനെ കോളവും റോയും ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. ഫസ്റ്റ് കോളത്തിന് ഫസ്റ്റ് റോ ആക്കി ചെയ്താൽ 3 7, 2 5ന് 2 5 എന്നുള്ള കോളാക്കുക. ദെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഇൻവേഴ്സ് ആണ് കാണേണ്ടത്. എന്തായാലും നമ്മൾ ചെയ്യുക, അഡ്ജോയിൻ്റ് ഓഫ് എ ട്രാൻസ്പോസ്, ഇതിൻ്റെ അഡ്ജോയിൻ്റ് ചെയ്താൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കാൻ നോക്ക്, ഇതിൻ്റെ അഡ്ജോയിൻ്റ് ചെയ്ത് എങ്ങനെയാണ്, 5നെ ഇങ്ങോട്ട് മാറ്റുക, 3നെ ഇങ്ങോട്ട് മാറ്റുക. അപ്പോൾ 5 3 ഇങ്ങനെ മാറി. ഇതിൻ്റെ ചിഹ്നം മാറ്റുക, -2 - 7. ഇനി ഡിറ്റർമിനൻ്റ് എഴുതുക. ഡിറ്റർമിനൻ്റ് ചെയ്ത് എങ്ങനെയാണ്, ഏതിൻ്റെ ഡിറ്റർമിനൻ്റ് എഴുതുന്നുണ്ട്, 3 2 7 5ൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനൻ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക, ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എഴുതിയാൽ 3 5 15 - 14 1 തന്നെ വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 - 2 - 7 ബൈ -7 3 ഡിവൈഡ് ബൈ 15 - 14 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 - 2 - 7 3 എന്നായി. ഇത് 15 - 14 1 ആണ്. അപ്പോൾ 5 - 2 7 - 7 3 എന്നായി. എ ട്രാൻസ്പോസ് ഇൻവേഴ്സ് എന്നുള്ള വാല്യൂ. ദാറ്റ് ഈസ് ഇനി നമ്മൾ തിരിച്ചിട്ട് എ ഇൻവേഴ്സ് ഹോൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. എ എന്നുള്ള മെട്രിക്സ് ഇതാണ്. അതിൻ്റെ ഇൻവേഴ്സ് എഴുതുമ്പോൾ എന്താ ചെയ്ത്, നമ്മൾ 5ന് ഇങ്ങോട്ട് മാറ്റും, 3ന് ഇങ്ങോട്ട് മാറ്റും, 7ഉം -7ഉം ചിഹ്നം മാറ്റും. -7 - 2 എന്നാക്കും. -7 - 2. ഇനി എ ഇൻവേഴ്സിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കണം. നമുക്കിത് രണ്ടും തുല്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി എ ട്രാൻസ്പോസ് ഇൻവേഴ്സ് കണ്ടുപിടിച്ചു, അത് ഇതാണെന്ന് കിട്ടി. ഇനി എ ഇൻവേഴ്സിൻ്റെ ട്രാൻസ്പോസ് നോക്കാം. എ ഇൻവേഴ്സിൻ്റെ ട്രാൻസ്പോസ് എന്താ വരിക നോക്ക്, ഇതിനെ ട്രാൻസ്പോസ് ചെയ്യണം. എ ഇൻവേഴ്സിനെ ട്രാൻസ്പോസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് പറഞ്ഞാൽ ഇതാണ്. ഇതിനെ ട്രാൻസ്പോസ് ചെയ്താൽ എന്താ വരിക, ഫസ്റ്റ് കോളത്തിനെ ഫസ്റ്റ് റോ ആക്കി എഴുതാം. 5 - 2 - 7 3 എന്ന് എന്ത് വരും, ഇതിനെ ഫസ്റ്റ് കോളം 5 - 7 ആണ്, അതിന് ഫസ്റ്റ് റോ 5 - 7 ആണ്, അതിന് ഫസ്റ്റ് കോളാക്കി. ഇതിൻ്റെ സെക്കൻഡ് റോ -2 3 ആണ്, അതിന് സെക്കൻഡ് കോളാക്കി എഴുതി. അപ്പോൾ എ ഇൻവേഴ്സ് ഹോൾ ട്രാൻസ്പോസ് എന്ന് കിട്ടി. ദാറ്റ് ഈസ് എ ട്രാൻസ്പോസ് ഇൻവേഴ്സും എ ഇൻവേഴ്സ് ട്രാൻസ്പോസും ഈക്വൽ ആണെന്ന് കിട്ടിയപ്പോൾ. എ ട്രാൻസ്പോസ് ഇൻവേഴ്സ് ഇതായിരുന്നു, അത് തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന 5 - 2 - 7 3 എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു റിസൾട്ട് രണ്ടാമത്തെ റിസൾട്ടായി. ഒന്നാമത്തെ എ ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ എന്നുള്ളതായിരുന്നെങ്കിൽ രണ്ടാമത്തെ എ ട്രാൻസ്പോസ് ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഹോൾ ട്രാൻസ്പോസ്. ഇത് വെച്ചിട്ട് നമ്മൾ വെരിഫൈ ചെയ്തു. ഇനി മൂന്നാമത്തെ പ്രോബ്ലം നോക്കാം. എ ഇൻറ്റു ബി ഉണ്ട്. എ ഇൻറ്റു ബി നമുക്ക് അഡ്ജോയിൻ്റ് എ ബി ആണ് കണ്ടുപിടിക്കേണ്ടി വരും. ആദ്യം എ ഇൻറ്റു ബി കാണുന്നു. എ ഇൻറ്റു ബി കാണുന്നത് എന്താ, എങ്ങനെ കാണുക, ഈ റോനെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. റോനെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മൾ കാണാൻ പോകുന്നത് അഡ്ജോയിൻ്റ് എ ബി ആണ്. അതുകൊണ്ട് ആദ്യം എ ഇൻറ്റു ബി കണ്ടുപിടിക്കുകയാണ്. അപ്പം ഇതിനെ റോനെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18 + 49 24 + 63 12 + 35 16 + 45 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 67 87 47 61 എ ബിയുടെ വില. ഇനി അഡ്ജോയിൻ്റ് എ ബി എന്താ നോക്കണം. നമ്മൾ ചെയ്യാൻ പോകുന്നത്
അഡ്ജോയിൻ്റ് എ ബി ഈക്വൽ ടു അഡ്ജോയിൻ്റ് ബി ഇൻറ്റു അഡ്ജോയിൻ്റ് എ എന്നുള്ള റിസൾട്ടാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം അഡ്ജോയിൻ്റ് എ ബി കണ്ടുപിടിക്കുകയാണ്. അപ്പം നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ 2/2 ആയതുകൊണ്ട് ഇതിന് ഇൻ്റർചേഞ്ച് ചെയ്യുക. 61 ഇവിടെ ചെയ്താൽ 67 ഇങ്ങോട്ട് മാറ്റി ചെയ്താൽ 87 പ്ലസ് ഉള്ളത് മൈനസ് ആക്കി ചെയ്താൽ 47 പ്ലസ് ഉള്ളത് മൈനസ് ആക്കി ചെയ്താൽ അഡ്ജോയിൻ്റ് എ ബി കിട്ടി. ഇനി നമുക്ക് ബിയുടെയും എയുടെയും അഡ്ജോയിൻ്റ് വേറെ വേറെ കാണുന്നു. അപ്പോൾ അഡ്ജോയിൻ്റ് ബി എന്ന് പറഞ്ഞാൽ ഇതാണ്. ആ ബി എന്നുള്ള മെട്രിക്സ് ഇതായിരുന്നു 6879 എന്നുള്ളത്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ആദ്യം 9 6 എന്ന് മാറ്റി എഴുതുന്നു. ഇതിൻ്റെ ചിഹ്നം -8 -7 എഴുതുന്നു. ദെൻ അഡ്ജോയിൻ്റ് എ എഴുതുന്നു. അഡ്ജോയിൻ്റ് എ എന്ന് പറഞ്ഞാൽ ഇതാണ് എ എന്നുള്ള മെട്രിക്സ്. അതിൻ്റെ അഡ്ജോയിൻ്റ് എ എഴുതുമ്പോൾ 3 5 എന്നുള്ളത് ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. 5 3 ആക്കി എഴുതുന്നു. ഇതിനെ -7 -2 എന്ന് എഴുതുന്നു. അപ്പോൾ 5 -7 -2 3 ദറ്റ് ഈസ് അഡ്ജോയിൻ്റ് എ. ഇനി നമുക്ക് അഡ്ജോയിൻ്റ് ബിൻ്റെ അഡ്ജോയിൻ്റ് എ കാണാം. അഡ്ജോയിൻ്റ് ബിൻ്റെ അഡ്ജോയിൻ്റ് എ ഈക്വൽ ടു അഡ്ജോയിൻ്റ് ബി എത്രയാ? 9 -8 -7 6. അഡ്ജോയിൻ്റ് എ എത്രയാ? 5 -7 -2 3. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. റോനെ കോളം കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. 9 45 പ്ലസ് 16 -63 -24 -35 -12 49 പ്ലസ് 18 ദാറ്റ് ഈസ് ഈക്വൽ ടു 61 -87 -47 67. ഇത് ഏത് തന്നെയാണ്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച അഡ്ജോയിൻ്റ് എ ബി തന്നെയാണ്. അപ്പം നമുക്ക് എന്ത് കിട്ടി? അഡ്ജോയിൻ്റ് എ ബി ഈസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് ബി ഇൻറ്റു അഡ്ജോയിൻ്റ് എ എന്നുള്ള റിസൾട്ടിലെത്തി. ഇനി നമുക്ക് നാലാമത്തെ റിസൾട്ട് എടുക്കാം. എ ട്രാൻസ്പോസ് തന്നിട്ടുണ്ട്. എ എന്നുള്ള മെട്രിക്സ് 3 7 2 5 ആണ്. അതിന് ട്രാൻസ്പോസ് കിട്ടി. ഇനി അഡ്ജോയിൻ്റ് ഓഫ് എ ട്രാൻസ്പോസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അഡ്ജോയിൻ്റ് ഓഫ് എ ട്രാൻസ്പോസും അഡ്ജോയിൻ്റ് എ ഓൾ ട്രാൻസ്പോസും ഈക്വൽ ആണെന്ന് അവിടെ തെളിയിക്കാൻ പോകുന്നത്. എ ട്രാൻസ്പോസിൻ്റെ അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. 3 5 5 3 എന്നാക്കുന്നു. ഇതിൻ്റെ ചിഹ്നം മാറ്റി എഴുതുന്നു. ദാറ്റ് ഈസ് അഡ്ജോയിൻ്റ് ഓഫ് എ ട്രാൻസ്പോസ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് നോക്ക്. അഡ്ജോയിൻ്റ് എ കണ്ടുപിടിക്കുക. എയുടെ അഡ്ജോയിൻ്റ് കാണാം. എന്താ വരിക? ഇതിനെ ഇൻ്റർചേഞ്ച് ചെയ്യുക. 3 5 എന്നുള്ളത് ഇങ്ങോട്ടും മാറ്റി ചെയ്താൽ 5 ഇങ്ങോട്ടും 3 ഇങ്ങോട്ടും. ഇതിൻ്റെ ചിഹ്നം -7 -2 എന്ന് ചെയ്താൽ ഇനി എന്ത് ചെയ്യുക? ഇതിൻ്റെ ഹോൾ ട്രാൻസ്പോസ് എടുക്കുക. ഈ കണ്ടുപിടിച്ച അഡ്ജോയിൻറ്റിൻ്റെ ട്രാൻസ്പോസ് എന്താ വരിക? 5 -2 -7 3 എന്ന് വരും. 5 -2 ഇങ്ങോട്ട് വരും, -7 ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞാൽ ഈ റോനെ ഫസ്റ്റ് കോളാക്കുക, സെക്കൻഡ് റോനെ സെക്കൻഡ് കോളാക്കി എഴുതാം. അപ്പോൾ ഈ രണ്ട് മെട്രിക്സും സെയിം ആണെന്ന് കിട്ടാം. 5 -2 -7 3. ഇവിടെ നിന്ന് നിങ്ങൾ വീണ്ടും ഉറപ്പിച്ചു കഴിഞ്ഞു അഡ്ജോയിൻ്റ് ഓഫ് എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് എ ട്രാൻസ്പോസ്. ഇനി അഞ്ചാമത്തെ പ്രോബ്ലം. അഡ്ജോയിൻ്റ് എ തന്നിട്ടുണ്ട്. അഡ്ജോയിൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എ നമ്മൾ കണ്ടുപിടിക്കുന്നു. അഡ്ജോയിൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ എ എന്നുള്ള മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് ഇവിടെ നമ്മൾ കിട്ടിയിട്ടുണ്ട്. നേരത്തെ ചെയ്തതാണിത്. 5 -7 -2 3 എന്നുള്ളത്. ഇനി ഇതിൻ്റെ അഡ്ജോയിൻ്റ് ചെയ്താന്ന് പറഞ്ഞാൽ എന്താ വരിക? 3 ഇവിടേക്കും പോവും, 5 ഇവിടെ വരും. ഇതിൻ്റെ ചിഹ്നം 7 2 ആവും. യഥാർത്ഥത്തിൽ ഇത് എത്രയാണ്? എ എന്നാണ്. എങ്കിലും നമുക്ക് തെളിയിക്കേണ്ടത് ഡിറ്റർമിനൻ്റ് എ റീസ് ടു n -2 ഇൻറ്റു എ എന്ന് കിട്ടുന്നതാണ്. n എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ്. എ എന്നുള്ളത് 2/2 ആണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ റീസ് ടു n -2 എന്ന് പറഞ്ഞാൽ 2 -2 എന്ന് വരും. ഇൻറ്റു എ സീക്വൽ ടു ഡിറ്റർമിനൻ്റ് എ റീസ് ടു 0. എ റീസ് ടു 0 ഇൻറ്റു എ. എ റീസ് ടു 0 എപ്പോഴും എത്രയാണ്? ഡിറ്റർമിനൻ്റ് എ 0 റീസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇത് ഡിറ്റർമിനൻ്റ് ആയതുകൊണ്ട് ഇതൊരു നമ്പറാണ്. ആ നമ്പറിൻ്റെ എക്സ്പോണൻറ്റ് 0 ആയതുകൊണ്ട് ഇതൊരു 1 ആണ്. ഇനി എ എന്നുള്ള മെട്രിക്സ് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് ആണ് 3 7 2 5 എന്നുള്ളത്. 1 × 3 7 2 5 എന്നതിനെ മാറ്റി എഴുതാൻ പറ്റും ഈ റിസൾട്ടിനെ. അപ്പം നമുക്ക് നേരത്തെ കിട്ടിയിരിക്കുന്ന റിസൾട്ട് പ്രകാരം അഡ്ജോയിൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ റീസ് ടു 2 -2 ഇൻറ്റു എന്ന് എഴുതാൻ പറ്റും. കാരണം എ എന്നുള്ളത് 2/2 മെട്രിക്സ് ആയതുകൊണ്ട് നോക്കാം. ദറ്റ് ഈസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എ എന്നാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന അഡ്ജോയിൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എക്ക് ഈക്വലാണ്. എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ റീസ് ടു 2 -2 ഇൻറ്റു എ. ഇത് എ എന്നുള്ളത് n/n മെട്രിക്സ് ആണെങ്കിൽ അഡ്ജോയിൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ റീസ് ടു n -2 ഇൻറ്റു എ എന്നാണ് വരിക. ഇത് 2 എന്നിൻ്റെ വില 2 ആയതുകൊണ്ടാണ് ഇവിടെ 2 ആയത്. n ആണെങ്കിൽ n -2 എന്നാണ് വരിക. ദറ്റ് ഈസ് എ റിസൾട്ട്, 5th റിസൾട്ട്. ഇനി നമുക്ക് ഇത്രയും 5 റിസൾട്ടുകളായിരുന്നു അതിൽ പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ആ 5 റിസൾട്ടുകൾ ഒന്നുകൂടി കേട്ടതിന് ശേഷം അതിൻ്റെ നോട്ട് എഴുതുക. ആ രീതിയിലുള്ള പ്രോബ്ലംസ് ക്വസ്റ്റ്യൻ പേപ്പർ കാണാറുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ടുള്ള ഡിസ്കഷനാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഇനി ഇതുവരെ പഠിച്ചതിൽ നമ്മൾ എന്തൊക്കെ റിസൾട്ടുകളാണ് ഡിസ്കസ് ചെയ്തതെന്ന് ഇവിടെ പറയുകയാണ്, ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇഫ് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് ദെൻ ഇപ്പം ചെയ്തതാണ് ഫസ്റ്റ് നമ്മൾ ഈ എ ഇൻവേഴ്സ് കാണുന്നതിന് മുന്നേ ചെയ്തിരിക്കുന്ന റിസൾട്ടാണിത്. എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഇ ഈക്വൽ ടു അഡ്ജോയിൻ്റ് എ ഇൻറ്റു എ. ഇനി
രണ്ടാമത്തത് അഡ്ജോയിൻ്റ് ഓഫ് എ ബി ഇന്ന് ചെയ്തതാണിത്. അഡ്ജോയിൻ്റ് ഓഫ് എ ബി വരികയാണെങ്കിൽ അഡ്ജോയിൻ്റ് ബി ഇൻറ്റു അഡ്ജോയിൻ്റ് എ ഇന്ന് വെരിഫൈ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തത് ഇഫ് എ ആൻഡ് ബി ആർ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n, എയും ബിയും സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ. ഇനി മൂന്നാമത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ചെയ്തിരിക്കുന്ന റിസൾട്ട് അഡ്ജോയിൻ്റ് തന്നെയാണ്. അഡ്ജോയിൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എ ഈക്വൽ ടു ഈ മൂന്ന് റിസൾട്ടും അഡ്ജോയിൻ്റ് വെച്ചിട്ടുള്ളതാണ്. അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻറ്റു എന്താണ് എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ എന്നുള്ള ആ റിസൾട്ട് ഒന്നാമത്തത്. രണ്ടാമത്തത് അഡ്ജോയിൻ്റ് ഓഫ് എ ബി ഈക്വൽ ടു അഡ്ജോയിൻ്റ് ബി ഇൻറ്റു അഡ്ജോയിൻ്റ് എ. മൂന്നാമത്തത് അഡ്ജോയിൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ റീസ്ഡ് n - 2 ഇൻറ്റു എ ഇഫ് എ ആൻഡ് ബി ആർ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n. ഇതും നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞതാണ്, തൊട്ടു മുന്നേ പ്രൂവ് ചെയ്തിരിക്കുന്ന റിസൾട്ടാണ്. ഇനി നാലാമത്തത് അഡ്ജോയിൻ്റ് ഓഫ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് എ ഹോൾ ട്രാൻസ്പോസ് ഫോർ എനി സ്ക്വയർ മെട്രിക്സ് എ. ഇതായിരുന്നു വേറൊരു റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്തത്. അതൊന്ന് പ്രൂവ് ചെയ്ത റിസൾട്ടാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ഇടയ്ക്ക് ചോദിക്കുന്ന പ്രോബ്ലംസാണ്. ഈ റിസൾട്ടുകൾ ഓർത്ത് വെക്കണം. ഇനി അഞ്ചാമത്തെ റിസൾട്ട് ഇത് നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഡിറ്റർമിനൻ്റ് അഡ്ജോയിൻ്റ് ഓഫ് എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ റീസ് ടു n - 1 എന്നുള്ള റിസൾട്ട് ഓർത്ത് വെച്ചോളണം. അഡ്ജോയിൻ്റ് മാത്രമല്ല, അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്താൽ ഡിറ്റർമിനൻ്റ് എ റീസ് ടു n - 1. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ഒക്കെ വന്നതായിട്ട് കാണാം പരീക്ഷയ്ക്ക്. ദെൻ അത് ഈ പ്രോബ്ലംസ് ഒക്കെ എങ്ങനെ തരുന്ന ഒരു പ്രോബ്ലം ഞാൻ ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ. ആദ്യം ഡിറ്റർമിനൻ്റ് എയുടെ വില തരുന്നു. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എന്താണെന്ന് ചോദിക്കുന്നു. ഇറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ റീസ് ടു n - 1 എന്ന് എത്താൽ മതി. അഞ്ചാമത്തെ പ്രോബ്ലമായി. ഇനി ഈ കേസിൽ എയുടെ ഓർഡർ n ആണ്. അതുകൊണ്ടാണ് ഡിറ്റർമിനൻ്റ് എ റീസ് ടു n - 1 എഴുതിയത്. ഓക്കെ, 5 റിസൾട്ടുകളായി. ഇനി ആറാമത്തെ റിസൾട്ട് നോക്കാം. ഈ ഡിറ്റർമിനൻ്റ് എ നോട്ട് ഈസ് ഈക്വൽ ടു 0, എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ എന്നാണ്. അതായത് നോൺ സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ ഇതാണ് ഫോർമുല. ഇനി if A is an invertible then A transpose is also invertible എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? and A transpose whole inverse is equal to A inverse transpose എന്നാണ്. അപ്പോൾ എ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എ ട്രാൻസ്പോസിൻ്റെ ഇൻവേഴ്സ് കാണാം. കൂടാതെ എ ട്രാൻസ്പോസിൻ്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? എ ഇൻവേഴ്സിന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നതിന് ഈക്വലാണ്. നിങ്ങൾക്ക് എ ഇൻവേഴ്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ട്രാൻസ്പോസ് ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഈ തന്നിരിക്കുന്ന എ ഇൻവേഴ്സിന് ട്രാൻസ്പോസ് കണ്ടുപിടിച്ചാൽ മതി എന്ന് മാത്രം. അപ്പോൾ ഈ റിസൾട്ടുകൾ ഓർത്ത് വെക്കുക. ഒന്നത് വേറൊന്ന് ട്രാൻസ്പോസ് ആയിട്ടുള്ള ഇൻവേഴ്സിൻ്റെ റിലേഷൻ. ഇനി അടുത്തത് നോക്കുക. ഇഫ് എ ഈസ് എ ഇൻവേർട്ടിബിൾ, ഇത് വീണ്ടും ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എ എന്നുള്ളത് ഡിറ്റർമിനൻ്റ് എ റീസ് ടു -1 എന്ത് വരുമെന്ന് വെച്ചാൽ 1 ഡിറ്റർമിനൻ്റ് എ എന്നാണ്. 1 ഡിറ്റർമിനൻ്റ് എ എന്നാണ്. അതുപോലെ നമുക്ക് കിട്ടുന്നത് വേറെ റിസൾട്ടാണ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു. ഇതൊക്കെ ഇൻവേഴ്സും ആയിട്ടുള്ളതാണ്. ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്നത് അഡ്ജോയിൻ്റ് ആയിട്ടുള്ളത്, ഇപ്പം എല്ലാം പറയുന്നത് ഇൻവേഴ്സും ആയിട്ടുള്ളത്. എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ, ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1 ഡിറ്റർമിനൻ്റ് എ, ദെൻ എ ട്രാൻസ്പോസ് ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ട്രാൻസ്പോസ് എന്ന് കിട്ടും. ദെൻ ഇവിടെ എന്തായാലും നമ്മൾ പഠിച്ചത് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചിരിക്കുന്ന അഡ്ജോയിൻ്റ് വെച്ചിട്ടുള്ള റിസൾട്ടുകളായിരുന്നു. ഇതെല്ലാം ഓർത്തിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അപ്പം 5 റിസൾട്ടുകൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. 3, 4, 5 റിസൾട്ടുകൾ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഇവിടേക്ക് പോകുന്നത് 1, 2, 3, 4, 5 5എണ്ണമായി. ആറാമത്തെ ഇതായിരുന്നു. ആറാമത്തേൽ നമ്മൾ ഈ റിസൾട്ട് പറഞ്ഞു. ഇനി 7 ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എ ഇൻവേഴ്സ് ട്രാൻസ്പോസ്. ആദ്യത്തെ 5 എണ്ണം നമ്മൾ അഡ്ജോയിൻ്റ് ആയിട്ട് ബന്ധപ്പെട്ടും ആറാമത്തെ മുറിച്ച് ഇൻവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന റിസൾട്ടുകളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 9ാമത്തെ റിസൾട്ടായിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് എ ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ. അപ്പോൾ ഇൻവേഴ്സായിട്ട് ബന്ധപ്പെട്ടുള്ളതും അഡ്ജോയിൻ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളതും റിസൾട്ടുകൾ വേറെ വേറെ ഓർത്ത് വെക്കണം. അപ്പോൾ ഇൻവേഴ്സായിട്ട് 4 എണ്ണം പഠിച്ചു. ഇനി 5ാമത്താണ് ഇഫ് എ ആൻഡ് ബി ആർ ഇൻവേർട്ടിബിൾ മെട്രിസസ് ദെൻ എ ബി ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. അപ്പോൾ എത്രണ്ണായി? 5 റിസൾട്ട് എ ഇൻവേഴ്സിന് പോയി. അഡ്ജോയിൻറ്റിന് 5 റിസൾട്ട്, എ ഇൻവേഴ്സിനും 5 റിസൾട്ട്, അങ്ങനെ 10 റിസൾട്ട് വന്നു. ഇനി 11ാമത്തെ ഡിറ്റർമിനൻ്റ് വെച്ചിട്ടുള്ള ആദ്യം നമ്മൾ പഠിച്ചതാണത്. ഡിറ്റർമിനൻ്റ് എ ബി ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ബി എന്നുള്ളത്. ഇത് അഡ്ജോയിൻ്റ് ആയിരുന്നെങ്കിൽ അഡ്ജോയിൻ്റ് ബി ഇൻറ്റു അഡ്ജോയിൻ്റ് എ എന്നാണ് വരേണ്ടത്. അപ്പോൾ 11. 12ാമത്തത് എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഐ ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷൻ. 13 ഇഫ് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n ദെൻ ഡിറ്റർമിനൻ്റ് കെ എ ഓൾ ഈസ് ടു n ഈസ് ഈക്വൽ ഡിറ്റർമിനൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണത്. കെ ഈസ് ടു n - 1 ഡിറ്റർമിനൻ്റ്. ഡിറ്റർമിനൻ്റ് ആയിട്ട് വേറൊരു പ്രോബ്ലം എന്തായിരുന്നു? ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ആയിരുന്നു. ദറ്റ് ഈസ് ഈക്വൽ ഡിറ്റർമിനൻ്റ് ഈസ് ടു n - 1. ഇത് കെ എ ആണെങ്കിൽ കെ ഈസ് ടു n - 1 ഇൻറ്റു ഡിറ്റർമിനൻ്റ്.
അപ്പോൾ ഈ ഓരോ റിസൾട്ടുകളും നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റ് തുടങ്ങിയാൽ അതിൽ കുറേ റിസൾട്ടുകൾ വേറെ ഒരു 7 റിസൾട്ടോളം പ്രധാനപ്പെട്ട് ഓർക്കാനുണ്ടാവും. ആ ഭാഗത്തുനിന്നും പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. അപ്പം ഇത് അതല്ലാത്ത ഭാഗത്തുനിന്നുള്ള റിസൾട്ടുകളാണ് ഇത്രയും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പോൾ 14ാമത്തെ റിസൾട്ടാണ് ഡിറ്റർമിനന്റ് I is equal to 1 എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് 1 ആണ്. ഇഫ് ദ മെട്രിക്സ് ഈസ് സിംഗുലർ, പിന്നെ സിംഗുലർ നോൺ സിംഗുലർ എന്താണെന്നാണ് പറഞ്ഞത്. ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ സിംഗുലർ മെട്രിക്സ് എന്ന് വിളിക്കുന്നു. ദെൻ മെട്രിക്സ് ഈസ് നോൺ സിംഗുലർ ആണെങ്കിൽ ഡിറ്റർമിനന്റ് നോട്ട് ഈസ് ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ 15 റിസൾട്ടായി. ഇനി 16ാമത്തത് ഫോർ ദ സ്ക്വയർ മെട്രിക്സ്, അതായത് സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിലാണ് ഇനി ഒന്ന് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. ഈ ഒരു റിസൾട്ടാണ് ലാസ്റ്റ് ഒന്നുകൂടി പറഞ്ഞത്. അപ്പം അഡ്ജോയിൻറ്റിന് റിസൾട്ട് ഉണ്ട്, ഇൻവേഴ്സിന് റിസൾട്ട് ഉണ്ട്, ഡിറ്റർമിനന്റ് റിസൾട്ട് ഉണ്ട്. ഈ 3 സെഷനിലായിക്കൊണ്ട് 15 റിസൾട്ടുകളാണ് നമ്മൾ പഠിച്ചത്. ഓരോന്നും ഓർത്ത് വെക്കണം. ഓരോന്നിന് 5 റിസൾട്ട് വീതമുണ്ട്, 15 എണ്ണം ഉണ്ട്. അപ്പം ഇനി അടുത്തത് ഇതാണ് AX സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതിയാണ്. AX ഈസ് ഈക്വൽ ടു B ആണെങ്കിൽ അതിൽ ഒന്നാമത്തെ നോക്കുന്നത് ഡിറ്റർമിനന്റ് A, അതായത് ഇതിൻ്റെ കോഎഫിഷ്യന്റ് മെട്രിക്സ് നോക്കുന്നു. അതിൻ്റെ ഡിറ്റർമിനന്റ് എയുടെ വില 0 അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിനെ സൊല്യൂഷൻ കണ്ടെത്താം, കൺസിസ്റ്റൻ്റ് ആണെന്നാണ്. ഏതാണ് ഫോർമുല? X ഈസ് ഈക്വൽ ടു A ഇൻവേഴ്സ് ഇൻറ്റു B ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നർത്ഥം. ഇനി ഈ ഡിറ്റർമിനന്റ് നോട്ട് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ, അല്ലെങ്കിൽ അതായത് ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വീണ്ടും കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ എത്തുന്നാൽ, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഓൾറെഡി കൺസിസ്റ്റൻ്റ് ആണ്, സൊല്യൂഷൻ കാണാം ഈ ഫോമുല വെച്ചിട്ട്. ഇതിനാണ് മെട്രിക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഫോമുലക്ക് നിങ്ങൾക്കറിയാം A ഇൻവേഴ്സ് കാണാനുള്ള ഫോമുലയും ഞാൻ ഡിസ്കസ് ചെയ്തു. അഡ്ജോയിന്റ് A ബൈ ഡിറ്റർമിനന്റ് A എന്നായിരിക്കും. ഈ ഡിറ്റർമിനന്റ് A ഈക്വൽ ടു 0, ഡിറ്റർമിനന്റ് A ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ ഉടനെ നോക്കേണ്ടത് അഡ്ജോയിന്റ് A ഇൻറ്റു B ആണ്. അത് നോട്ട് 0 ആണെങ്കിൽ ഉടനെ നമുക്ക് എഴുതാം ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഇനി ഇത്തരം സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. അതായത് ആദ്യം ഇത് നോക്കാം. ഡിറ്റർമിനന്റ് A 0 അല്ലെങ്കിൽ ആൻസർ ഓക്കെ. ഡിറ്റർമിനന്റ് A 0 ആണെങ്കിൽ ഉടനെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട റിസൾട്ടാണ് അഡ്ജോയിന്റ് A ഇൻറ്റു B. അത് 0 അല്ലെങ്കിൽ കഴിഞ്ഞു, എന്ത് ആൻസർ പറയാം? ഇറ്റ് ഈസ് ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറയാം. അതല്ല ഈ അഡ്ജോയിന്റ് A ഇൻറ്റു B 0 ആണെന്ന് കരുതാം. അപ്പോൾ 0 അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ്. അഡ്ജോയിന്റ് A ഇൻറ്റു B 0 ആണെങ്കിൽ ആദ്യം ഡിറ്റർമിനന്റ് 0 ആവണം, എന്നതിന് ശേഷമാണ് ഇത് നോക്കേണ്ടത്. ഡിറ്റർമിനന്റ് 0 അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് നമുക്ക് നിർത്താം, കൺസിസ്റ്റൻ്റ് ആണ്, ആൻസർ കണ്ടുപിടിക്കുകയും ചെയ്യാം. ഡിറ്റർമിനന്റ് 0 ആണെങ്കിലാണ് ഈ പ്രശ്നം ഉദിക്കുന്നത് അഡ്ജോയിന്റ് A ഇൻറ്റു ബിയുടെ. അതിൽ ഒന്നാമത്തെ അഡ്ജോയിന്റ് A ഇൻറ്റു ബി നോട്ട് 0 ആവാം, അപ്പോൾ ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും. അഡ്ജോയിന്റ് A ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു 0 ആയാൽ മേ ബി ഇൻകൺസിസ്റ്റൻ്റ് ഓർ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആസ് ദ കേസ് മേ ബി. ഒന്നുകിൽ ഇത് ഇൻകൺസിസ്റ്റൻ്റ് ആവാം, അല്ലെങ്കിൽ ഇൻഫിനൈറ്റ് സൊല്യൂഷൻ ഉണ്ടാവാം. ഈ കേസ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻഫിനൈറ്റ് സൊല്യൂഷൻ ഉണ്ടോ എന്ന് ആദ്യം നോക്കാൻ വേണ്ടത്. Z ഈസ് ഈക്വൽ ടു K എന്നെടുക്കുക. എന്നിട്ട് 1ഉം 2ഉം ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എക്സിൻ്റെയും വൈൻ്റെയും വില കാണുക. ഈ എക്സും വൈയും സെഡും കൂടി മൂന്നാമത്തെ കൊടുക്കുക. മൂന്നാമത്തെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഇൻഫിനിറ്റി സൊല്യൂഷൻ ഉണ്ട്. മൂന്നാമത്തെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഇതാണ് നമ്മളവിടെ ചെക്ക് ചെയ്യേണ്ട മെത്തേഡ്, അഡ്ജോയിൻ്റ് കൺസിസ്റ്റൻസിയെ ചെക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ 16 റിസൾട്ടുകളാണ് നമ്മൾ ഈ ഭാഗത്തു നിന്നായിട്ട് പഠിച്ചിരിക്കുന്നത്. ഇനി അസൈൻമെൻ്റ് ആണ് ഞാൻ തരുന്നത്. ഒരു അസൈൻമെൻറ്റ് കൂടി ഈ സെക്ഷനിലുണ്ട്, അതുകൂടി ഓർത്ത് വെക്കുക. സെയിൽസ്മാൻ ഹാസ് ദ ഫോളോയിങ് റെക്കോർഡ്സ് ഓഫ് സെയിൽസ് ഡ്യൂറിങ് 3 months for 3 items A, B and C which have different rate of commissions. മന്ത് ഇവിടെ കൊടുത്തുന്നു. സെയിൽസ് ABC എന്നുള്ള സാധനങ്ങളാണ് സെയിൽ ചെയ്യുന്നത്. അതിൻ്റെ റേറ്റ് ഇവിടെ ഉണ്ട്. ടോട്ടൽ കമ്മീഷൻ ഇതാണ് ഓരോ ഭാഗത്തു നിന്നുള്ളത്. അപ്പം A എന്നുള്ളത് X യൂണിറ്റ് വിട്ടുപോവുകയാണെങ്കിൽ 90X, B Y യൂണിറ്റ് ആണ്, C Y Z യൂണിറ്റ് ആണെങ്കിൽ അതിൻ്റെ കമ്മീഷൻ X Y Z രൂപത്തിലാണെങ്കിൽ 90X പ്ലസ് 100 പ്ലസ് 20Z ഈസ് ഈക്വൽ ടു 800. ഇത് യൂണിറ്റ് ആണ്, എത്ര യൂണിറ്റ് വിറ്റു എന്നാണ്. ഒരു യൂണിറ്റ് A വിറ്റാൽ X കമ്മീഷനും, B വിറ്റാൽ Y രൂപ കമ്മീഷനും, C വിറ്റാൽ Z രൂപ കമ്മീഷനാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ 90X പ്ലസ് 100 പ്ലസ് 20Z ഈസ് ഈക്വൽ ടു 800. അതുപോലെ ഇതും കണ്ടുപിടിക്കാം. അപ്പം ഈ ഇക്വേഷൻ കിട്ടും, സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന രീതിയിൽ AX ഈസ് ഈക്വൽ ടു B എന്നുള്ള ഇക്വേഷൻ ഉണ്ടാക്കുക. എന്നിട്ട് X ഈസ് ഈക്വൽ ടു A ഇൻവേഴ്സ് ഇൻറ്റു B കാണുക. എന്നിട്ട് Xൻ്റെ വില കണ്ടുപിടിക്കുക. ഇതാണ് നമ്മൾ ആ അസൈൻമെൻറ്റ് ചെയ്യേണ്ടത്. ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ പ്രോബ്ലം കൂടി നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഇനി ഞാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ദി ഡിറ്റർമിനൻറ്റിലേക്കായിരിക്കും. അടുത്ത ക്ലാസ് മുതൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻറ്റ് കിട്ടും. ഈ റിസൾട്ടുകളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി ഇതിൻ്റെ ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ അതിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഈഫ്
rupees X, rupees Y and rupees Z denote the commission per item of A, B and C respectively form 3 linear equation in X and Y, Z. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിനെ സോൾവ് ചെയ്യാണ് വേണ്ടത്. ആ സോൾവ് ചെയ്യാൻ എക്സ് വൈ സെഡിൻ്റെ വില കാണുക ചെയ്യേണ്ടത്. സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ, ഫൈൻഡ് ദ റേറ്റ്സ് ഓഫ് കമ്മീഷൻ ഓൺ ഐറ്റംസ് എ ബി ആൻഡ് സി എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വൈൻ്റെ സെഡിൻ്റെ വില കാണാൻ അർത്ഥം ഫോമിൽ ഉപയോഗിച്ചുകൊണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും പറയുന്നു. ഇനി ഞാൻ ഈ അടുത്ത വീഡിയോ മുതൽ നമ്മൾ നേരത്തെ ഒഴിവാക്കി വെച്ച പ്രോപ്പർട്ടീസ് ഓഫ് ദി ഡിറ്റർമിനൻറ്റിലേക്കാണ് പോവുക. അത് നന്നായിട്ട് പഠിക്കണം. താങ്ക്സ്. ഈ